ലവ് ലാംഗ്വേജിൽ മൂന്നാമത്തേത് ഗിഫ്റ്റാണ്. അത്തരക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കാനും കിട്ടാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അത് വലിയ വില കൂടിയ ഗിഫ്റ്റ് ആവണമെന്നൊന്നുമില്ല. ഒരു കുഞ്ഞ് ഗിഫ്റ്റ് ആയാലും അവർക്ക് ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അത്തരക്കാർക്ക് വേറെ എന്ത് പ്രൊവൈഡ് ചെയ്തിട്ടും വലിയ കാര്യം ഉണ്ടാവില്ല. അവർക്ക് ഗിഫ്റ്റ് കിട്ടുമ്പോൾ തന്നെയായിരിക്കും അവർക്ക് ഭയങ്കരമായിട്ടുള്ള ആ ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നത്. ഇനി നാലാമത്തെ ലവ് ലാംഗ്വേജ് എന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റി ടൈമാണ്. ഇത് മോസ്റ്റ്ലി എല്ലാ ആൾക്കാർക്കും ക്വാളിറ്റി ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമ്മുടെ ഓപ്പോസിറ്റ് പാർട്ട്ണറിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ജസ്റ്റ് ഫോൺ നോക്കിയിരുന്നിട്ട് ഒരു പാർട്ട്ണർ ഫോൺ നോക്കിയിരുന്നിട്ട് ഞാൻ കേൾക്കുന്നുണ്ട് നീ പറഞ്ഞോ എന്ന് പറയുന്നതല്ല ക്വാളിറ്റി ടൈം. അത് ജസ്റ്റ് വേറെ ഒന്നിലും ശ്രദ്ധിക്കാണ്ട് ഫുൾ അറ്റൻഷൻ നമ്മുടെ പാർട്ട്ണർക്ക് തന്നെ കൊടുക്കണം. അവരിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ട് അവർക്ക് തന്നെ പ്രയോറിറ്റി കൊടുക്കുന്നതിനെയാണ് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ വേറെ എന്തോ ചെയ്തിട്ട് ജസ്റ്റ് കേൾക്കുന്നതിനല്ല ക്വാളിറ്റി ടൈം എന്ന് പറയാം. അപ്പോൾ ക്വാളിറ്റി ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അഞ്ചാമത്തെ ലവ് ലാംഗ്വേജ് എന്താണെന്ന് വെച്ചാൽ സർവീസ് ഓഫ് ആക്ട് ആണ്. അത് നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സർവീസ് ചെയ്യുക, അവർക്ക് വേണ്ടി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുക നമ്മളെ പാർട്ട്ണർക്ക് വേണ്ടിയിട്ട്. ലൈക്ക് ചിലപ്പോൾ അവർ കുക്ക് ചെയ്യുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വീട് ക്ലീൻ ചെയ്യുമ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നതിൽ ഹെൽപ്പ് ചെയ്യുക. അത്തരം കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്ന ജോലിയിൽ അവരിന് ഒരു ഹെൽപ്പായിരിക്കും അവർക്ക് വേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും അവർക്ക് ഭയങ്കര ലൗഡായിട്ട് ഫീൽ ചെയ്യുന്നത്. അതായിരിക്കും അവർക്ക് ഇഷ്ടമുണ്ടാവുന്ന കാര്യം. അപ്പോൾ അതിനെയാണ് സർവീസ് ഓഫ് ആക്ട് എന്ന് പറയുക. നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ ലവ് ലാംഗ്വേജ് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതുപോലെ നമ്മുടെ പാർട്ട്ണറിൻ്റെ ലവ് ലാംഗ്വേജും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഓപ്പണായി കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ.